നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങൾ പാർട്ടിക്കാർ മാത്രം അറിഞ്ഞാൽ മതി, അതുതന്നെയാണ് അതിൻ്റെ വഴി. പക്ഷേ അത് തമ്പിലടിയാകുമ്പോൾ, കൂട്ടത്തിലാകുമ്പോൾ പുറത്ത് ജനമറിയും, നാണക്കേടാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നടന്നതും അതുതന്നെയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോഴാണ് മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലായത് തങ്ങളുടെ എല്ലാം കസേരകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശനെ ഏൽപ്പിച്ചിരിക്കുന്നത് വിഷൻ 2025 പദ്ധതിയുടെ ചുമതല മാത്രമാണ്. അതാകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. എന്നിട്ട് ഈ സതീശൻ അതൊന്നും പറയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതും അതിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വീണ്ടും പ്രഖ്യാപിച്ചതും എന്തിനെക്കുറിച്ച്, എന്തിനു വേണ്ടിയിട്ടെന്നാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുഖത്ത് നോക്കി ചോദിച്ചത്. നേരെ കാര്യത്തിലേക്ക് തന്നെ അടക്കാം. സതീശൻ ഇപ്പോൾ സംശയമില്ല പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അടുത്ത തവണ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ സതീശൻ തന്നെ നേതാവാകണം, മുഖ്യമന്ത്രി കസേരയിലിരിക്കണം. അതിനാണ് ഇപ്പോൾ തന്നെ പിടിച്ചെടുക്കാനുള്ള മണ്ഡലങ്ങൾ തനിക്ക് മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു ചെന്നിരിക്കാനുള്ള ഏതൊക്കെ മണ്ഡലങ്ങൾ ആവശ്യമുണ്ടോ അത്രയും മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കി നമ്മുടെ പഴയ നെപ്പോളിയൻ ചക്രവർത്തി എഴുതി കുറിച്ച് വെച്ചതുപോലെ ആ മണ്ഡല സാമ്രാജ്യങ്ങളുടെ പേരൊക്കെ എഴുതി സതീശൻ തുറന്നങ്ങ് കോൺഗ്രസിൻ്റെ യോഗത്തിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ആ അരി ഇവിടെ വേകില്ല എന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുഖത്ത് നോക്കി മറുപടി നൽകിയത്. അങ്ങനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോര് കനത്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ഒടുവിൽ ഒരു വിഭാഗം നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥയായി. സതീശൻ തൻ്റെ പ്രസംഗത്തിനിടെ പാർട്ടിക്ക് കൈവിട്ടുപോയ 60 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ പ്രത്യേക സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന പരാമർശമാണ് നടത്തിയത്. ഉടനെ ഒരു ചോദ്യം വന്നു, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സതീശൻ ആരാണെന്ന്. AP അനിൽകുമാറാണ് ചോദിച്ചത്. ഇതിന് മറുപടിയായി തനിക്ക് അതിനുള്ള അവകാശമില്ല എന്ന് സതീശൻ തിരിച്ചു ചോദിച്ചു. ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. അത് മറ്റ് നേതാക്കൾ ഏറ്റെടുത്തു. ഉടനെ ഗ്രൂപ്പ് തർക്കമായി മാറി. തർക്കം രൂക്ഷമായപ്പോൾ ഒടുവിൽ KC വേണുഗോപാലിന് ഇടപെടേണ്ടി വന്നു. ഇതോടെ ബഹളം കടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയകാര്യ സമിതിയിലെ തൻ്റെ പ്രസംഗം മുഴുമിക്കാനാകാതെ തിരികെ കസേരയിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇതാദ്യമായാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഒരു സഹ നേതാവ് പാർട്ടി യോഗത്തിൽ തടസ്സപ്പെടുത്തുന്നത്. നിയമസഭയിൽ നമ്മുടെ സ്പീക്കർ പോലും കാട്ടിയിട്ടില്ല ഇത്രയ്ക്ക് ധൈര്യം സതീശിൻ്റെ പ്രസംഗത്തിൽ ഇടപെടാൻ. ഒരിക്കൽ അങ്ങനെ സ്പീക്കർ ഇടപെട്ടപ്പോഴാണ് സതീശിൻ്റെ തനി സ്വഭാവം സഭ കണ്ടത്. ഇതിപ്പോൾ പാർട്ടി ഓഫീസായി പോയി. മിണ്ടാതിരിക്കാതെ സതീശിന് മറ്റു മാർഗവുമില്ല. പിന്നെ കന്റോൺമെൻറ് ഹൗസ് പണ്ട് കോൺഗ്രസ്സുകാരുടെ ആശ്രയം താവളവുമായിരുന്നു. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വസതി കോൺഗ്രസ്സുകാർക്ക് അഭയകേന്ദ്രമല്ലാതായി മാറിയെന്ന് ശൂരനാട് രാജശേഖരൻ ആരോപിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണും. കാരണം കൊല്ലത്തുള്ള ശൂരനാട് രാജശേഖരന് തിരുവനന്തപുരത്തെ കന്റോൺമെൻറ് ഹൗസിൽ അഭയകേന്ദ്രമായി തോന്നിയില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും. വയനാട്ടിലെ DCC ട്രഷററുടെ വിജയന്റെ ആത്മഹത്യ ആ കുടുംബത്തെ ആദ്യമേ തന്നെ ചേർത്ത് പിടിക്കണമായിരുന്നെന്നും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇപ്പോൾ കാണുന്ന ഇത്രയും ക്ഷീണം വരില്ലായിരുന്നെന്നുമാണ് ശിവരുടെ വിമർശിച്ചത്. അതുകൊണ്ടാണല്ലോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് നേരെ വിജയന്റെ വീട്ടിൽ ചെന്ന് കോൺഗ്രസ്സുകാർ വരുത്തി വെച്ച കുടുംബത്തിനുണ്ടായ ബാധ്യം, എത്ര കോടികളുടെ ബാധ്യമായാലും അത് CPM പാർട്ടി പ്രവർത്തകർ കൊടുത്തു തീർക്കാമെന്ന് ഉറപ്പ് നൽകിയതും. ഇത് കോൺഗ്രസ്സുകാർക്കൊക്കെ വലിയൊരു അടിയായിരുന്നു. അങ്ങനെ CPMകാർ സഹായിക്കേണ്ടെന്ന് K സുധാകരൻ അപ്പോൾ തന്നെ തിരിച്ചു മറുപടി നൽകി. അപ്പോൾ ഞെട്ടിയതും വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളാണ്. കാരണം ഈ തുക ഇനി വെട്ടിയവർ തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനത്ത് ചിലുള്ള പിടിവലി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പാർട്ടി യോഗങ്ങളിലും കോൺഗ്രസിലെ പൊതു അജണ്ടയാണ്. ഇത്തവണ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചകൾക്കെതിരെ വിമർശനം തുടക്കമിട്ടത്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ അനാവശ്യമാണെന്ന് PJ കുര്യൻ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞു. മറ്റ് നേതാക്കളും ഈയൊരു ചർച്ച തെറ്റായ സന്ദേശം നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകി. പിന്നെ PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നാണ് മിക്ക കോൺഗ്രസ് നേതാക്കളും മുന്നറിയിപ്പ് നൽകിയത്. അൻവർ കോൺഗ്രസിലേക്കല്ല UDFൻ്റെ ഘടകകക്ഷിയായിട്ടെടുത്തുന്നതെന്ന് ഓർമ്മ വേണമെന്നും അത് സതീശനും സുധാകരൻ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് വെറുതെയല്ല. അധികം താമസിയാതെ കാണാം മുന്നണിക്കുള്ളിലെ അൻവർ എഫക്റ്റ്. വേദിയിൽ ഈ തമ്മിൽ തല്ലും വാക്പോരും പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷീണത്തോടെയുള്ള തിരിച്ചുപോയിരിപ്പുമൊക്കെ കണ്ട് കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ തമ്മിലടിച്ചാൽ തുടർന്നാൽ താനീ ചുമതല ഒഴിയുമെന്ന് ഒടുവിൽ ഒരു ഭീഷണി മുഴക്കി. ഐക്യത്തോടെ മുന്നോട്ട് പോയാലേ വിജയമുണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ദേശീയ നേതാക്കൾ അവിടുത്തെ സംസ്ഥാന ഘടകങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും ഐക്യത്തോടെ മുന്നോട്ട് പോയാലേ ജയിക്കൂ എന്ന് തന്നെയാണ്. എവിടെ ഐക്യമില്ലാതായോ അന്നൊക്കെ കോൺഗ്രസ് പാർട്ടി തോറ്റിട്ടുമുണ്ട്. ഐക്യമില്ലെങ്കിൽ താൻ ഇവിടെ തുടരുന്നതിൽ ഒരു കാര്യമില്ലെന്ന് ദീപദാസ് മുൻഷി പറഞ്ഞു. ഒടുവിൽ KC വേണുഗോപാൽ ഇടപെട്ടാണ് തർക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. KCക്കും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ദേശീയ നേതാവായി പോയി. കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാൽ മറ്റ് നേതാക്കളെല്ലാം കൂടി സതീശിനെ കടിച്ചു കുടയുമെന്ന് KCക്കറിയാം. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസിനെ വീണ്ടും വാർത്തകളിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും.
കെ സുധാകരൻ്റെ കാര്യം പറയുകയൊന്നും വേണ്ട. CPM സംസ്ഥാന സെക്രട്ടറി വയനാട്ടിൽ വിജയൻ്റെ വീട്ടിൽ പോയപ്പോൾ കെ സുധാകരൻ ഇവിടെ കിടന്ന് അമറുകയായിരുന്നു. എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളത്. ഏതൊരു വ്യക്തിക്കും ദുഃഖത്തിലാണ് കിടക്കുന്ന ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ മാഷ് അവിടെ പോയതും. പക്ഷേ അതിന് വേറെ രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ടാകാം. പക്ഷേ വിജയൻ്റെ കുടുംബത്തിന് കോൺഗ്രസ് നേതാക്കൾ വാങ്ങിക്കൂട്ടിയ കോഴ കാരണം വിജയൻ്റെ കുടുംബത്തിനുണ്ടായ കോടികളുടെ ബാധ്യത അത് പാർട്ടി കൊടുത്തു തീർക്കുമെന്ന് MV ഗോവിന്ദൻ മാഷ് അവിടെ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് കെ സുധാകരനോ VD സതീശനോ മറ്റു കോൺഗ്രസ് നേതാക്കളോ ഒട്ടും കരുതിയതേയില്ല. അത് കേട്ടപ്പോൾ വയനാട്ടിലെ ഈ വെട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആശ്വാസമായിരുന്നു. കാരണം ആ പണം ഇനി CPMകാർ കൊടുത്ത് തീർക്കുമല്ലോ എന്ന്. അതാണ് കെ സുധാകരൻ വേണ്ട എന്ന് പറഞ്ഞത്. എങ്ങനെയപ്പോൾ ആ തുക കൊടുത്തു തീർക്കും? പോലീസ് കേസാകുമോ? പോലീസ് കേസായപ്പോൾ തന്നെ ഇപ്പോഴിതാ IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനി അവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. ഇനി അങ്ങോട്ട് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്നേ കെ സുധാകരനോടും മറ്റു കോൺഗ്രസ് നേതാക്കളോടും പറയാനുമുള്ളൂ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.